ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ എൻഗേജ്മെൻറ്റ് സീരീസ്. അപ്പോൾ ഇന്ന് മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ആദ്യം തന്നെ എൻഗേജ്മെൻറ്റിനും അതുപോലെ തന്നെ മാരേജിനാണെങ്കിലും എല്ലാ ബ്രൈഡും ഗ്രൂമും ആദ്യം നോക്കുന്ന ഈ ഒരു പ്രീ ബ്രൈഡൽ ഗ്രൂമിങ് സർവീസസ് ഒക്കെയാണ്. അതുപോലെയുള്ള എൻ്റെ എല്ലാ സർവീസസും, അതായത് പെഡിക്യൂർ, മാനിക്യൂർ, ഫേഷ്യൽ, വാക്സിങ് എല്ലാം ഒബ്വിയസ്ലി ബെല്ല ഗ്ലാമോറേന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വീഡിയോസൊന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു ഫേഷ്യലിന് ശേഷമുള്ള ആഫ്റ്റർ റിസൾട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇതൊരു ബ്രൈഡൽ ഫേഷ്യലാണ്, അതുകൊണ്ട് തന്നെ അടിപൊളി റിസൾട്ടുള്ള ഒരു ഫേഷ്യലാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും പ്രീ ബ്രൈഡലോ അതുപോലെ തന്നെ ഗ്രൂമിനോ എന്തെങ്കിലുമൊക്കെ സർവീസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പിന്നെ വേറെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഒരുപാട് പാക്കേജസ് അവൈലബിൾ ആണ്. ബ്രൈഡിനാണെങ്കിലും ഗ്രൂമിനാണെങ്കിലും ഒന്നുകിൽ നമുക്ക് പാക്കേജസ് ആയിട്ട് ചൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ അല്ലാതെ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കസ്റ്റമൈസ് ചെയ്യാം. അതുപോലെ തന്നെ സ്കിന്നൊക്കെ നോക്കിയിട്ട് സ്കിന്നിന് പറ്റുന്ന ഏറ്റവും നല്ല ഫേഷ്യൽ ഏതാണ്, റിസൾട്ട് ഉണ്ടാവുന്നത് എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യൽ അവർ സജസ്റ്റ് ചെയ്ത് തരും. ബെല്ല ഗ്ലാമറുടെ എക്സാക്ട് ലൊക്കേഷനും കോൺടാക്ട് ഡീറ്റെയിൽസും ഒക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പം ഇനി എല്ലാവരും ചോദിച്ചാൽ എൻ്റെ നെയിൽ ആർട്ട് വിശേഷങ്ങളിലോട്ട് പോവാം. എൻഗേജ്മെൻറ്റ് ഫിക്സ് ആയപ്പോൾ തന്നെ ഒന്നും ഇല്ലെങ്കിലും എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നൊരു കാര്യമാണ് ഈ നെയിൽ ആർട്ട്. അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ തന്നെ നെയിൽ ആർട്ട് ബെല്ല ഗ്ലാമറയിൽ ലോഞ്ച് ചെയ്തു. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് നേരത്തെ കുറേ ഐഡിയാസ് ഒക്കെ എടുത്തു വെച്ചാൽ അങ്ങനെ ഞാൻ നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് എന്താണെങ്കിലും എനിക്ക് നെയിൽ ആർട്ട് ചെയ്യണം, എൻ്റെ കോസ്റ്റ്യൂമായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന ഒരു അടിപൊളി സംഭവമായിരിക്കണം എന്നൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ രണ്ടുപേരും കൂടി ഡിസൈൻ ഫൈനലൈസ് ചെയ്തത്. നിങ്ങൾക്ക് സമയം കാണാൻ പറ്റും, കറക്റ്റ് എൻഗേജ്മെൻറ്റിൻ്റെ അന്ന്, അതായത് 12 മണിക്കൊക്കെ ശേഷം 1 മണിയോടടുത്തായി നമ്മൾ ഈ നെയിൽ ആർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ. പിന്നെ അതിനുശേഷം പോയി കിടന്ന് ഉറങ്ങണം, പിന്നെ രാവിലെ എണീച്ച് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം, എല്ലാം ഒരു ഓട്ടോ ആയിരുന്നു അന്നത്തെ ദിവസം. ശരിക്കും എനിക്കവിടെ വെറുതെ ഇരുന്നാൽ മതി. ഏറ്റവും കൂടുതൽ ആ ഒരു ദിവസം ഓടിയത് സത്യം പറഞ്ഞ ചേച്ചിയാണ്. അപ്പോൾ നെയിൽ ആർട്ടിൻ്റെ എൻക്വയറിയും നിങ്ങൾക്ക് ബെല്ല ഗ്ലാമറിൽ തന്നെ ചെയ്യാം. അതല്ലെങ്കിൽ ഗോപിക സുരേഷ് ബ്രൈഡൽ മേക്കേഴ്സ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതിൻ്റെയും കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആ ഒരു ലോഞ്ചിങ്ങും റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇപ്പോൾ ബ്രൈഡ്സ് മാത്രമല്ല, എല്ലാവരും നെയിൽ ആർട്ട് വെറുതെ കാഷ്വലി ആണെങ്കിലും നെയിൽ ആർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ ഒരുപാട് ടൈപ്സ് ആൻഡ് വെറൈറ്റീസ് ഓഫ് നെയിൽ ആർട്ടൊക്കെ ഉണ്ട്. എനിക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. ഞാൻ ചൂസ് ചെയ്തൊരു സംഭവം എനിക്ക് വേണമെന്ന് അപ്പം തോന്നിയ ഐഡിയയിൽ പറഞ്ഞത് ചെയ്തതെന്നാണ്. പക്ഷേ സത്യം പറയല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബ്രൈഡൽ നെയിൽസ് ആയതുകൊണ്ട് കുറച്ചും കൂടി ലോങ് ആയിട്ടുള്ള നെയിൽസ് ആയിരുന്നു ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത്ര ലോങ് ആയിട്ട് വെച്ചിട്ടും കൂടി എനിക്കത് ഒരുപാട് ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനം ഞാനായിട്ട് തന്നെ റിമൂവ് ചെയ്ത് കളയായിരുന്നു. അത്രയും അത് ലാസ്റ്റ് ചെയ്തു. കറക്റ്റായിട്ട് എൻഗേജ്മെൻറ്റിൻ്റെ 2 ദിവസം മുന്നേ എനിക്ക് പനി പിടിച്ചു. ഹോസ്പിറ്റലിലൊക്കെ പോയി ആ ഒരു മെഡിസിൻ്റെ പച്ചയിലൊക്കെയാണ് നിന്നത്. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതും ആരുനും ഒക്കെ വയ്യാതെയായി. പിന്നെ ഈ നെയിൽ ആർട്ട് തുടങ്ങുന്നതിന് മുന്നേ ചേച്ചിക്ക് നല്ല പണിയുണ്ടായിരുന്നു. ഇതിനു മുന്നേ മാനിക്യൂർ ചെയ്യാൻ പോയപ്പോൾ അവിടെ സ്റ്റാഫിനും അത്യാവശ്യം നല്ല പണിയുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ബ്ലാക്ക് ഒരു നെയിൽ പോളിഷ് മേടിച്ചു. എനിക്ക് ബ്ലാക്ക് നെയിൽ പോളിഷ് യൂഷ്വലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ വെറുതെ കണ്ടൊരു സാധനം ഞാൻ മേടിച്ചതാണ്. പക്ഷെ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്തൊരു നെയിൽ പോളിഷ് ആയിരുന്നു. അതൊരു 3-4 ദിവസം അടുപ്പിച്ച് കിടന്നിട്ട് പിന്നെ റിമൂവ് ചെയ്തപ്പോഴത്തേക്കും നെയിൽസ് ഫുള്ളും ഭയങ്കര യെല്ലോ ആയിട്ട് മാറി. ഭയങ്കരമായിട്ട് സ്റ്റെയിനൊക്കെ പിടിച്ചിട്ട് അത് മാക്സിമം റിമൂവ് ആക്കാൻ നോക്കിയിട്ടാണ് ഈ ഒരു നെയിൽ ആർട്ട് ചെയ്തത്. നമുക്ക് സമയം ഭയങ്കര കുറവായിരുന്നു, പിന്നെ ഉറങ്ങിയിട്ടില്ല, പാതിരാത്രിയാണ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനത്തെ ലിമിറ്റേഷൻസ് എല്ലാം ഉണ്ടെങ്കിലും ഇതൊന്നും റിസൾട്ടിനെ ബാധിച്ചിട്ടില്ല.
മുള്ളില്ലാത്ത മനസ്സിലായില്ലല്ലേ? അടുത്ത് മുള്ളുണ്ട് മുരിക്കല്ല, വാളുണ്ട് അല്ല വാലുണ്ട് പശുവല്ല. അല്ല മുള്ളമന്തിക്ക് കുറച്ച് സമയം കഴിഞ്ഞ് എല്ലാവരും വന്നപ്പോഴത്തേക്കും ഒന്നും കൂടി എനർജിയൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കടങ്കഥയൊക്കെ ചോദിച്ച് അങ്ങനെ കുറേ സമയം പോയി. നീ ഒന്നും കൂടെ ഇല്ലേ ചിപ്ചിച്ച് പേടി, എനിക്ക് ഓർമ്മയുണ്ട്. നല്ലതല്ലേ? നല്ലതാ, കളിക്ക് നോക്കട്ടെ. അത് നമ്മൾ ഓർമ്മയില്ലാത്തപ്പോഴേ ഒന്നും കൂടെ തുടങ്ങും. എനിക്ക് ഓർമ്മയില്ല. അത് ഡോലു, ഇത് പോലും ഒന്നുകൂടെ കളിക്കാം. അല്ല ഈ ചിപ്ചിച്ച് നേരത്തെ എത്തിയത് നീ ഇതടിച്ചു പറഞ്ഞില്ല.